ഹലോ ഹലോ ചേട്ടാ. ആ പറ മോളെ. ഇന്നലെ രാത്രി തീരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു. മരിച്ചുപോയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വരെ കണ്ടു. ശരിക്കും ഇന്നലെ ഒരു കാളരാത്രിയായിരുന്നു. ചേട്ടനൊന്ന് മിനിമോൾക്ക് ഫോൺ കൊടുക്കുവോ? അത് മിനിമോൾ എഴുന്നേറ്റിട്ടില്ല. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും എഴുന്നേൽക്കേണ്ടതാണല്ലോ. എന്താ പ്രശ്നം? ചേട്ടനിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റലിൽ? എന്താ പ്രശ്നം? ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. ഞാൻ നിന്നോട് പറയാതെ മിനിമോളുടെ ഓപ്പറേഷൻ നടത്തി. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. നോ ദുഷ്ട, എന്നോടൊരു വാക്ക് പറയാതെ നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയല്ലേ? മോളെ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഹലോ ഹലോ ഐശ്വര്യ. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ മകളുടെ ഓപ്പറേഷൻ നടത്തിയ ചതിയല്ലേ? എന്റെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഐശ്വര്യ സർ, മിനിമോളെ പോയി കണ്ടൂടെ? അത് പിന്നെ 12 മണിക്കൂറിന്റെ റിസൾട്ട് അറിയാമെങ്കിലും പൂർണ്ണമായി അറിയണമെങ്കിൽ 24 മണിക്കൂർ കഴിയും. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യും. കറക്റ്റ് റിസൾട്ട് അപ്പറിയാം. എനിക്ക് എന്റെ മോൾ ഇപ്പൊ തന്നെ കാണണം. സാർ പ്ലീസ്, ഞങ്ങളുടെ ടെൻഷൻ കൂടുകയാണ്. ആ ശരി, എങ്കിൽ ഇപ്പോൾ അവൾ റെസ്പോണ്ട് ചെയ്തിട്ട് പേടിക്കണ്ട. വൈകുന്നേരം വരെ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ? മിനിമോളെ മിനിമോളെ മോളെ മിനിമോളെ 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 മോളെ, ഞാൻ നിന്റെ അമ്മയാ. നിനക്ക് എന്നെ ഓർമ്മയില്ലേ മിനിമോളെ? നിങ്ങൾ എന്തേ ചോദിക്കുന്നേ? അച്ഛനമ്മയും പോയിട്ട് സ്വന്തം പേര് പോലും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മിനിമോളെ മോളെ മിനിമോളെ മോളെ മിനിമോളെ മിനിമോളെ ഒന്ന് ചിരിക്കൂ, ഒന്ന് തിരിഞ്ഞെടുക്കൂ. മോളെ 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 മിനിമോളെ എന്തെങ്കിലും ഒന്ന് പറ. ഡോക്ടർ, മിനിമോൾക്ക് ഒരു പ്രതികരണം ഉണ്ടല്ലോ. അപ്പൊ ഓപ്പറേഷൻ പരാജയപ്പെട്ടു അല്ലേ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കൂ. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾ ഇപ്പോൾ ഇങ്ങനെ ഉണർന്നിട്ടേ ഉള്ളൂ. വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. എന്നിട്ടും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ പരാജയപ്പെട്ടത് പറയാൻ പറ്റൂ. എന്റെ ഐശ്വര്യ, ഒന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യ്. ദുഷ്ട, നിങ്ങൾ എന്നോടൊരു വാക്ക് സംസാരിക്കരുത്. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? യാതൊരു കുഴപ്പമില്ലാത്ത കുട്ടിയെ ജീവച്ചമാക്കിയപ്പോ നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ എന്നെയും എന്റെ മകളെയും ചതിച്ചു. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നോക്ക്, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഓപ്പറേഷൻ വിജയിക്കുന്നാണ് വിചാരിച്ചത്. മിനിമോൾ നിങ്ങളുടെ മാത്രം മകളല്ല, 10 മാസം നൊന്ത് പ്രസവിച്ച എന്റെ കൂടി മകളാണ്. ഇത്രയും മേജറായ ഓപ്പറേഷന്റെ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? മാഡം, ബഹളം വെക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടർ, നിങ്ങളും പണത്തിന് വേണ്ടി ഈ ചതിക്ക് കൂട്ടുനിന്നു. ഈ ദുഷ്ടനോട് പറയാമായിരുന്നില്ലേ മകളുടെ അമ്മയോടൊപ്പം വരാൻ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? സത്യമായിട്ട് ഓപ്പറേഷൻ വിജയിക്കുന്നാണ് ഞാൻ കരുതിയത്. ഇതിലും ഭേദം നിങ്ങൾക്ക് അവളെ കഴുത്ത് ധരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നിങ്ങൾ നോക്കിക്കോ, എന്നോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ച നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യും, ശക്തമായി പ്രതികാരം ചെയ്യും. നോക്കിക്കോ. മാഡം, വൈകുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. 6 മണി വരെ സമയമില്ലേ? ഇനി എന്ത് പ്രതീക്ഷിക്കാൻ? മിസ്റ്റർ ആദിത്യവർമ്മ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ മകൾ ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ വിജയിച്ചു എന്നാ തോന്നുന്നു. ഓക്കേ, താങ്ക് യു ഡോക്ടർ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?